ഹായ് ഓൾ, വെൽക്കം ടു സിനാപ്സ്. ദിസ് ഈസ് യുവർ അമിത് ഹിയർ. സോ ഇന്ന് നമ്മൾ ഈ സോണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജിയിലെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും തുടക്കമായിട്ടുള്ള ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നിന്നുള്ള 2-3 MCQs ആണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ ഇസ് ഫൗണ്ട് ഇൻ. നമുക്കറിയാം ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ആദ്യം പറയുന്നത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. അതിൽ നമുക്ക് സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ഈ 4 ലെവൽസിനെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ഓർഗൻ ലെവൽ എക്സിബിറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫൈലം എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഓക്കെ, സോ ഓർഗൻ ലെവൽ അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ രണ്ടും തുടങ്ങുന്നത് തന്നെ എവിടെ വെച്ചിട്ടാണ്? ഈ പറയുന്ന പ്ലാറ്റിഹെൽമിന്തസ് മുതലാണ്. അതിൻ്റെ മേലോട്ട് നമുക്ക് പഠിക്കാനുള്ള ഫൈലത്തിലെല്ലാം ടിഷ്യൂ ലെവലാണ്. ഈ പറയുന്ന പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നതിലെല്ലാം ഓർഗൻ സിസ്റ്റം ലെവലാണ്. സോ ഇവിടെ ഓർഗൻ ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓർഗൻ ലെവൽ കാണുന്ന ഏതിൽ മാത്രമാണ്? പ്ലാറ്റിഹെൽമിന്തസിൽ മാത്രമാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്യൂഡോസീലം ഈസ് എ ഫീച്ചർ ഓഫ്. സ്യൂഡോസീലം നമുക്കറിയാം സീലത്തിന്റെ ബേസിസിൽ 3 ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സീലം ഇല്ലാത്ത ആളുകളെ അസീലമേറ്റ്സ് എന്നും സീലം ഉള്ളവരെ നമ്മൾ സീലോമേറ്റ്സ് എന്നും, ഇത് രണ്ടുമല്ലാതെ ഒരു ഫോൾസ് സീലം എക്സിബിറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ സ്യൂഡോസീലമേറ്റ്സ് എന്നും പറയും. ഓക്കെ, 11 ഫൈലത്തിലെ ഏക സ്യൂഡോസീലമേറ്റ് എന്ന് പറയുന്നത് ആഷൽമിന്തസ് ആണ്. ഓക്കെ, ആഷൽമിന്തസ് മാത്രമാണ് ഒരേ ഒരു സ്യൂഡോസീലമേറ്റ് ആയിട്ടുള്ള ഫൈലം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മെറ്റാമെറിസം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. മെറ്റാമെറിസം നമുക്കറിയാം. മെറ്റാമെറിസം എന്ന് പറയുന്നത് എന്താണ്? ബോഡി സെഗ്മെന്റേഷൻ ആണല്ലേ. ബോഡി റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആയിട്ട്, സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ബോഡി യൂണിറ്റിൻ്റെ ഉള്ളിലും ഓർഗൻസ് അടുത്ത യൂണിറ്റിലും എന്തായിരിക്കും? റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടാവും. ഓരോ സെഗ്മെന്റിനകത്തും കാണുന്നുണ്ടാവും. സോ ആ ഫീച്ചറിനെയാണ് നമ്മൾ മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഈ മെറ്റാമെറിസം എന്ന് പറയുന്ന ഫീച്ചർ ഒരു ഡിസ്റ്റിൻക്റ്റ് ഫീച്ചറാണ് ആരുടെ? അനലിഡ്സിന്റെ. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അനലിഡയാണ്, ഫൈലം അനലിഡ. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ പറയില്ല, പകരം നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നോട്ടോകോഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം. നോട്ടോകോഡ് നമുക്ക് 3 ജേം ലെയേഴ്സ് പഠിക്കാനുണ്ട്, എൻഡോഡം, എക്ടോഡം, മീസോഡം അല്ലെ. ഇതിൽ ഏത് ജേം ലെയറിൽ നിന്നുമാണ് നോട്ടോകോഡ് ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. സോ ഇതിന്റെ ആൻസർ അറിയാവുന്നവർ കമന്റ്.